കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 16 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോയിട്ടുണ്ട്. 15 നിയമസഭകൾ രൂപീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് 70 വർഷത്തിലേക്ക് നീങ്ങുന്ന ഈ വേളയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ന് വരെ കേരള രാഷ്ട്രീയം കടന്നുപോയിട്ടുള്ള പ്രധാനപ്പെട്ട 20 സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സംഭവം നമ്പർ 1, ഐക്യ കേരളത്തിന്റെ രൂപീകരണം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടത് സുപ്രധാനമായ 2 ഘട്ടങ്ങളിലൂടെയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായി. പറവൂർ TK നാരായണപിള്ള ആദ്യ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കും തിരുക്കൊച്ചിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 1956 നവംബർ 1 ഐക്യ കേരളം യാഥാർത്ഥ്യമായി. കേരളത്തിലെ ആദ്യത്തെ ജനാധിപത്യ സർക്കാർ. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1957 നടന്നു. അതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിലേറിയത് ലോക ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമായിരുന്നു. 126 അംഗ നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും 5 സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭൂരിപക്ഷം ഉറപ്പിക്കുകയും ചെയ്തു. ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ അധികം വൈകാതെ ഈ സർക്കാർ താഴെ ഇറക്കപ്പെട്ടു. അതിനുള്ള കാരണമാണ് സംഭവം നമ്പർ 3. കേരളത്തിലെ ആദ്യ സർക്കാർ കൊണ്ടുവന്ന 2 പുതിയ ബില്ലുകൾ സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ അവസാനം കുറിക്കുകയുണ്ടായി. കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ ബില്ലും. സ്വകാര്യ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ നിയമനത്തിൽ പൊതുവായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക, ശമ്പളം ഖജനാവ് വഴി വിതരണം ചെയ്യുക, സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ വേതനം തന്നെ സ്വകാര്യ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും നൽകുക തുടങ്ങിയവയായിരുന്നു വിദ്യാഭ്യാസ ബില്ലിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വിദ്യാഭ്യാസ മേഖലയിലെ തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും NSS പോലുള്ള സംഘടനകളും ഭയപ്പെട്ടു. കാർഷിക ബന്ധ ബില്ല് വഴി ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി നൽകാനും കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ അവകാശം ഉറപ്പാക്കാനും സർക്കാർ ലക്ഷ്യമിട്ടു. പക്ഷേ ജന്മിത്വത്തിന് അന്ത്യം കുറിക്കാനുള്ള ഈ ബില്ല് ഭൂ ഉടമകളെയും സർക്കാരിനെതിരെ തിരിച്ചു. ആന്ധ്രയിൽ നിന്ന് അരി ഇറക്കുമതി നടത്തിയതിലുണ്ടായ അഴിമതി ആരോപണവും പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭരണപരമായ ഇടപെടലുകളും സർക്കാരിനെതിരെ ഒരു സമരത്തിനുള്ള കാരണങ്ങളായി പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചു. സർക്കാരിനെ പുറത്താക്കാൻ വ്യത്യസ്ത രാഷ്ട്രീയ സാമുദായിക ശക്തികൾ ഒന്നിച്ചു. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ സമരത്തിന്റെ മുഖ്യ സംഘാടകനായി. കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് എന്നീ രാഷ്ട്രീയ പാർട്ടികളും കത്തോലിക്ക സഭ, NSS തുടങ്ങിയ സംഘടനകളും സമരത്തിൽ അണിനിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനെ വിമോചന സമരം എന്ന് വിളിച്ചു. അങ്ങനെ പതിയെ സമരം തുടങ്ങുകയും പിന്നീടത് അക്രമാസക്തമാവുകയും ചെയ്തു. അതോടെ പലയിടത്തും പോലീസ് വെടിവെപ്പുണ്ടായി. അങ്കമാലിയിൽ നടന്ന വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഗർഭിണിയായ ഫ്ലോറി സമരത്തിന്റെ രക്തസാക്ഷിയായി ഉയർത്തി കാണിക്കപ്പെട്ടു. തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് 1959 ജൂലൈ 31 EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. അമേരിക്കൻ ചാര സംഘടനയായ CIA സാമ്പത്തിക സഹായവും ആശയപരമായ പിന്തുണയും ഈ പ്രക്ഷോഭത്തിന് ലഭിച്ചിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമരം തെറ്റായിപ്പോയെന്ന് സമരത്തിൽ പങ്കെടുത്ത ചിലർ തന്നെ പിന്നീട് അഭിപ്രായപ്പെടുകയുണ്ടായി. വിമോചന സമരത്തിന്റെ ശരിതെറ്റുകൾ ഇന്നും ചർച്ചാ വിഷയമാണ്. 4ാമത്തെ പ്രധാന സംഭവം. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുണ്ടായ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളെ തുടർന്ന് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി പിളരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM എന്ന പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ ഈ പിളർപ്പ് വമ്പിച്ച മാറ്റങ്ങളുണ്ടാക്കി. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ തുടങ്ങിയ ഏറ്റവും ജനകീയരായ നേതാക്കൾ CPIM-നൊപ്പം നിന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ CPIM പ്രധാന ഇടതുപക്ഷ പ്രസ്ഥാനമായി മാറി. തൊഴിലാളി യൂണിയനുകളിലും കർഷക പ്രസ്ഥാനങ്ങളിലും CPIM തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഈ പിളർപ്പ് ഇടതുപക്ഷ പാളയത്തിൽ സൃഷ്ടിച്ച വിടവ് നികത്താൻ പിന്നീട് നാളുകളെടുത്തു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും അധികാര വടംവലികളും കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 1964 R ശങ്കർ മന്ത്രിസഭയുടെ പതനം. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയുടെ വിവാദപരമായ രാജിയും അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണവും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. PT ചാക്കോയുടെ അനുയായികൾ KM ജോർജിന്റെ നേതൃത്വത്തിൽ സംഘടിക്കുകയും മന്നത്ത് പത്മനാഭന്റെ ആശീർവാദത്തോടെ 15 കോൺഗ്രസ് MLA-മാർ സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയും ചെയ്തു. ഇതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാർ താഴെ വീണു. തുടർന്ന് ഈ വിമതർ ചേർന്ന് കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകി. മധ്യ കേരളത്തിലെ റബ്ബർ കർഷകരുടെയും ക്രൈസ്തവരായ കർഷകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി ഈ പാർട്ടി വളർന്നു. സംസ്ഥാന ഭരണത്തിൽ പ്രാദേശിക സാമുദായിക പാർട്ടികളുടെ വിലപേശൽ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം തെളിയിച്ചു.
1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നിയമസഭ പിരിച്ചുവിടുകയും സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പരിഹാരമായാണ് 1967 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ CPIM മുൻകൈയെടുത്ത് 7 പാർട്ടികളെ ഉൾപ്പെടുത്തി സപ്തകക്ഷി മുന്നണി രൂപീകരിച്ചത്. 133 അംഗസഭയിൽ 117 സീറ്റുകൾ നേടി ഈ മുന്നണി കോൺഗ്രസിനെ വെറും 9 സീറ്റിലൊതുക്കി ചരിത്ര വിജയം കരസ്ഥമാക്കി. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ഭുതമെന്ന് തോന്നിക്കുന്ന ഒരു കാര്യവും ഇതിലുണ്ടായിരുന്നു. CPIM, മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ ഒന്നിച്ച് ഒരു മുന്നണിയിൽ അണിനിരന്നു എന്നത്. രണ്ടായി മാറി നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ മുന്നണിയിൽ ഒന്നിച്ചു. CPIM, CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾക്ക് പുറമെ SSP, RSP, കർഷക തൊഴിലാളി പാർട്ടി, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയവയായിരുന്നു ഈ മുന്നണിയിലെ മറ്റു കക്ഷികൾ. കേരളത്തിൽ ഇന്ന് കാണുന്ന സുസ്ഥിരമായ സഖ്യരാഷ്ട്രീയ മാതൃകയുടെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണമായിരുന്നു ഇത്. ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ലെന്ന കേരള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പോടെ സ്ഥിരീകരിക്കപ്പെട്ടു. 1969 മുതൽ 1977 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ ഭരണകാലം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സപ്തകക്ഷി മുന്നണി ആഭ്യന്തര കലഹങ്ങൾ കാരണം 1969 തകർന്നു. CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ EMS സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പിന്നീട് CPI, മുസ്ലിം ലീഗ്, RSP, PSP തുടങ്ങിയ കക്ഷികൾ ചേർന്ന് ഒരു പുതിയ മുന്നണി രൂപീകരിച്ചു. ഇതിന് കോൺഗ്രസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ശേഷം 1970 തെരഞ്ഞെടുപ്പിൽ അച്യുതമേനോൻ നയിച്ച ഈ മുന്നണി വൻ വിജയം നേടി. CPIയും കോൺഗ്രസും ഒന്നിച്ച് കേരള രാഷ്ട്രീയത്തിൽ വൻ മുന്നേറ്റം നടത്തി. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ കാലാവധി തികയ്ക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് ആയിരുന്നു അച്യുതമേനോൻ ഗവൺമെന്റ്. കാലാവധി തികച്ചത് മാത്രമല്ല, അടിയന്തരാവസ്ഥയെ തുടർന്ന് 7 വർഷത്തോളം ഈ ഗവൺമെന്റ് നീണ്ടുനിന്നു. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ രംഗത്തെ പുതിയ നയങ്ങൾ തുടങ്ങിയവയിൽ വെല്ലുവിളി നേരിട്ടപ്പോൾ ഈ ഗവൺമെന്റ് പുതിയ വിദ്യാഭ്യാസ നയവും ഭൂപരിഷ്കരണവും നടപ്പിലാക്കി. കെൽട്രോൺ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, KSFDC തുടങ്ങിയവ സ്ഥാപിച്ച ഗവൺമെന്റ് മറ്റനവധി വികസന പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. എന്നാൽ അടിയന്തരാവസ്ഥ കാലം ഗവൺമെന്റിന് വലിയ തിരിച്ചടിയായിരുന്നു. അക്കാലത്തെ പോലീസിന്റെ നയങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. 1975 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കേരളത്തിന് ഭീകരമായ പോലീസ് വേട്ടയ്ക്കും പൗരാവകാശ ലംഘനങ്ങൾക്കും കാരണമായി. ഇതിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു രാജൻ കേസ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ P. രാജനെ നക്സലൈറ്റ് ബന്ധം ആരോപിച്ച് 1976 മാർച്ച് 1 പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി രാജൻ കൊല്ലപ്പെടുകയും ചെയ്തു. തന്റെ മകനെ കണ്ടെത്താൻ രാജന്റെ പിതാവായ ഈശ്വര വാര്യർ നടത്തിയ ഐതിഹാസികമായ നിയമപോരാട്ടം കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരേടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു K. കരുണാകരൻ. രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കരുണാകരൻ സത്യവാങ്മൂലം നൽകുകയുണ്ടായി. എന്നാൽ പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ K. കരുണാകരന് രാജൻ കേസിൽ കോടതിയിൽ നിന്നുണ്ടായ പ്രതികൂലമായ പരാമർശങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് കരുണാകരനും പോലീസും പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയായി. ഒരു മുഖ്യമന്ത്രിയുടെ രാജിക്ക് വരെ ഇടയാക്കിയ രാജൻ കേസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ. നിരന്തരം മാറിമറിഞ്ഞ രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്നത്തെ രൂപത്തിലുള്ള ഇരുമുന്നണി സംവിധാനം കേരളത്തിൽ വേരുറപ്പിച്ചത് 1979-80 കാലഘട്ടത്തിലാണ്. 1979 K. കരുണാകരന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് അഥവാ UDFന് രൂപം നൽകി. ഇതിന് മറുപടിയായി CPIMന്റെ നേതൃത്വത്തിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ LDF രൂപീകരിക്കപ്പെട്ടു. സാമുദായിക പാർട്ടികളെയും ചെറുകക്ഷികളെയും ഒപ്പം നിർത്താൻ UDFും വർഗ മതേതര അടിത്തറയിൽ സമാന ചിന്താഗതിയുള്ളവരെ ചേർത്ത് LDFും നിലയുറപ്പിച്ചു. പിന്നീട് 2021 വരെ ഈ ഇരു മുന്നണികളും മാറി മാറി നമ്മുടെ നാട്ടിൽ അധികാരത്തിലെത്തിയെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഇരു മുന്നണികളെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യക്ഷത്തിൽ വ്യത്യസ്ത ആദർശങ്ങളുള്ള 2 മുന്നണികളാണെന്ന് തോന്നുമെങ്കിലും വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളുമുള്ള നിരവധി പാർട്ടികളെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഇന്ന് ഈ ഇരു മുന്നണികളും ഏകദേശം ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വോട്ട് നേടുന്നതിന് കൂടുതൽ വികസനാശയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വോട്ട് ചോദിക്കേണ്ടതിന്റെ അനിവാര്യത ഇന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്തെ രാഷ്ട്രീയക്കാരെക്കാൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ളതായി തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. 2ാം ഭാഗം അനൗൺസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതിന് തീർച്ചയായും 2ാം ഭാഗം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക.